ഇന്ന് നമ്മൾ എൻ്റെ മകൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറി എങ്ങനെയാണ് ഈസി മെത്തേഡിൽ ഉണ്ടാക്കാമെന്ന് കാണാം. ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച് 3 സവാള ഇവയാണ്. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. അരിഞ്ഞ് 2 പച്ചമുളക് ഇതിലേക്ക് ഇടുകയാണ്. കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി, വലിയൊരു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് നമ്മളിപ്പോൾ ഇത് അരയ്ക്കാൻ പോവുകയാണ്. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തുള്ള മിശ്രിതത്തിനകത്തോട്ട് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ പേസ്റ്റിന്റെ ഒരു പച്ചമണം മാറിയ ശേഷം നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ചെറിയ 2 തക്കാളി ഇടുവാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2 നിമിഷം വേവിക്കാം. തലക്കൂട്ടിനായി ആദ്യമേ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇടുക. തക്കാളിയുടെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു കുഴമ്പ് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മസാലക്കൂട്ടുകൾ ചേർക്കാം. ഇനി ഈ മസാലക്കൂട്ടിന്റെ പച്ചമണം മാറുന്നിടം വരെ കുറച്ചു നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടുകയാണ്. കൂട്ടിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. അത് എന്റെ കറിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ഇനി ഇതിനെ ഒരു 15 നിമിഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മല്ലിയില ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെക്കുകയാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാർ.